Hi, hello, welcome to Competitive Cracker. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡ്രൈവർ പരീക്ഷകളിൽ ചോദിക്കുന്ന ജിയോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഭൂപടം മാപ്പുകളുടെ ഭാഗമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പോർഷനിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു പോവുക. കാരണം ഭൂപടം അല്ലെങ്കിൽ മാപ്പുകൾ എന്നുള്ള ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എന്താണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ഓഫ് മാപ്പ് അല്ലേ, അല്ലെങ്കിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖേനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കാർട്ടോഗ്രഫി. കാർട്ടോഗ്രഫി അല്ലെങ്കിൽ ഭൂപടശാസ്ത്രം എന്നാണ് എന്തറിയപ്പെടുന്നത്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും വിളിക്കപ്പെടുന്നത്? അവരെ വിളിക്കുന്നത് കാർട്ടോഗ്രഫേഴ്സ് എന്നാണ്. അപ്പോൾ ഈ കാർട്ടോഗ്രഫി അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്നുള്ള ഈ ഒരു വേർഡ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഈ വേർഡ് വന്നിരിക്കുന്നത് കാർട്ടെ ആൻഡ് ഗ്രഫിക് എന്നുള്ള രണ്ട് ഫ്രഞ്ച് വേർഡുകളിൽ നിന്നാണ് ഈ ഒരു കാർട്ടോഗ്രഫി എന്നുള്ള ഈ ഒരു ഇംഗ്ലീഷ് വേർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഈ കാർട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂപടം എന്നും ഗ്രാഫിക് എന്ന വാക്കിൻ്റെ അർത്ഥം വരയ്ക്കുക എന്നുമാണ്. അപ്പം കാർട്ടെ പ്ലസ് ഗ്രാഫിക് ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. കാർട്ടോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ്. അപ്പം അതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ മാപ്പുകളെ പറ്റി പഠിക്കുമ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. അടുത്തത് നമുക്ക് ഒരു ഭൂപടം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യ ഘടകങ്ങളായിട്ടുള്ളത് അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യ ഘടകങ്ങളായിട്ടുള്ളത്? തലക്കെട്ട് ഉണ്ടാകണം, അതിൻ്റെ മെഷർമെൻറ്റ്, തോത് ഉണ്ടാവണം, അതുപോലെ തന്നെ ദിക്ക് അല്ലേ? ദിക്കാണ് ഒരു മാപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ്? ദിക്കാണ് അല്ലേ? അപ്പോൾ ദിക്ക് സൂചിപ്പിച്ചിട്ടുണ്ടാവണം, സൂചിക ഉണ്ടാവണം, അക്ഷാംശ രേഖാംശീയ സ്ഥാനം ഉണ്ടാവണം, അതുപോലെ തന്നെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉണ്ടാവണം. നമ്മളൊരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മാപ്പിൽ നമുക്ക് പല ടൈപ്പിലുള്ള കളേഴ്സും അതുപോലെ തന്നെ ചിഹ്നങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു മാപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ആവശ്യ ഘടകങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ മാപ്പിനെ പറ്റി പഠിക്കുമ്പം ഒരു ഭൂപടം നിർമ്മിക്കുമ്പം ആ ഒരു നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളെയും കൂടി പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമുക്ക് ഓപ്പിസോമീറ്റർ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഭൂപടങ്ങൾ വരയ്ക്കുന്ന മെഷർമെൻറ്റിൽ നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പം ഏതെങ്കിലും രണ്ട് സ്ഥലങ്ങൾ, ഈ രണ്ട് സ്ഥലങ്ങൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആ സ്ഥലങ്ങളിലെ ദൂരം കേട്ടോ. ആ സ്ഥലങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് ഓപ്പിസോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പിസോമീറ്റർ എന്താ അളക്കുന്നതെന്ന് അറിയോ? വളഞ്ഞ ദൂരങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ, നദികൾ, ഇതൊക്കെ എങ്ങനെയാണ്? വളഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ദൂരങ്ങൾ ഭൂപടത്തിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓപ്പിസോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ചിലപ്പം ഒരു ഫാക്ച്വൽ ബേസിസിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്പിസോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? വളഞ്ഞ ദൂരങ്ങൾ അളക്കാൻ, രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ വളഞ്ഞ ദൂരങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എക്സാമ്പിൾ നമ്മുടെ റോഡ്, നദികൾ തുടങ്ങിയവയൊക്കെ. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ഉപകരണമാണ് റോട്ടാമീറ്റർ. റോട്ടാമീറ്റർ എന്ന് പറയുന്നതും രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എന്നാൽ ഇത് നമ്മുടെ നേരത്തെ പഠിച്ച ഓപ്പിസോമീറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്തമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇപ്പം നമ്മൾ രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ ദൂരം അളക്കുന്ന രണ്ട് ഉപകരണങ്ങളെയാണ് പരിചയപ്പെട്ടത്. ഇനി നമുക്ക് വിസ്തീർണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്ലാനിമീറ്റർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്ലാനിമീറ്റർ എന്ന്. പ്ലാനിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഭൂപടത്തിലെ ഏതെങ്കിലും അടഞ്ഞ രൂപം അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫേസ് ഏത്, തടാകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം തുടങ്ങിയ തുടങ്ങിയ ഏരിയാസിൻ്റെയൊക്കെ വിസ്തീർണം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്ലാനിമീറ്റർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണമാണ് തിയോഡോലൈറ്റ്. തിയോഡോലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയോഡോലൈറ്റ് എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നതാണ്? ഉയരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരശ്ചീനമായിട്ടുള്ള കോണുകൾ അളക്കാനും
ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തിയോഡോലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് നോർമലായിട്ട് നമുക്ക് ഭൂപടങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ഷൻ ആവശ്യമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ പറയുന്ന തിയോഡോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭൂപട നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പം ഇതൊക്കെ നിങ്ങൾ ഒന്ന് മൈൻഡിലൊന്ന് അറിഞ്ഞു വെക്കുക. എന്താണ് തിയോഡോലൈറ്റ്, അതുപോലെ തന്നെ എന്താണ് ഒപ്പിസോമീറ്റർ തുടങ്ങിയ ടേംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെട്ട് വെക്കുക. ഇനി നമുക്ക് ഭൂപടങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. അത് എന്തിൻ്റെ ബേസിസിൽ? നമുക്ക് ഒരുപാട് ഭൂപടങ്ങളുണ്ട് അല്ലേ. നമ്മൾക്ക് പല രീതിയിലുള്ള ഭൂപടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചരിത്രപരമായ ഭൂപടങ്ങൾ, കൾച്ചറൽ മാപ്പുകൾ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഭൂപടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാപ്പിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു മാപ്പിൻ്റെ കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഭൂപടത്തിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയുടെ മാപ്പൊക്കെ നോക്കുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ഫിസിക്കൽ മാപ്പുകളാണല്ലേ. ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പ് പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പൊക്കെ എടുത്ത് പഠിക്കാറുണ്ട്. അപ്പം ഭൗതിക ഭൂപടങ്ങളുമുണ്ട്, മറ്റൊരു ഭൂപടങ്ങൾ സാംസ്കാരിക അല്ലെങ്കിൽ കൾച്ചറൽ മാപ്പുകളുമുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും തരംതിരിച്ചിരിക്കുന്നത്? ഒരു മാപ്പിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഭൗതിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പ് എന്ന് നമുക്ക് നോക്കാം. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതിക ഭൂപടങ്ങൾക്കുള്ളിൽ വരുന്ന ഭൂപടങ്ങളാണ് മണ്ണ് ഭൂപടങ്ങൾ, ജ്യോതിശാസ്ത്ര ഭൂപടങ്ങൾ, കാലാവസ്ഥ ഭൂപടങ്ങൾ, അതുപോലെ തന്നെ വനഭൂപടങ്ങൾ, ഭൂപ്രകൃതി ഭൂപടങ്ങൾ, ദിനാവസ്ഥ ഭൂപടങ്ങൾ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഫിസിക്കൽ മാപ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പം ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള മാപ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ ആ മാപ്പുകളൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരും? ഭൗതിക ഭൂപടങ്ങൾക്ക് അണ്ടറിൽ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന മറ്റൊരു പ്രധാന ഭൂപടമാണ് ഏതെന്ന് പറയുന്നത്? കൾച്ചറൽ മാപ്സ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായ മറ്റു നിർമ്മിതികൾ, ഇതിനെയൊക്കെ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് കൾച്ചറൽ മാപ്സ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാർഷിക ഭൂപടങ്ങളുണ്ട്, റോഡ് ഭൂപടങ്ങളുണ്ട്, ഒക്കെ മനുഷ്യനിർമ്മിതിയാണല്ലോ അല്ലേ. റോഡ് ഭൂപടങ്ങൾ, ചരിത്ര ഭൂപടങ്ങൾ, രാഷ്ട്രീയ ഭൂപടങ്ങൾ, നമ്മൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്സ് ഒക്കെ നോക്കാറില്ലേ. അപ്പോൾ രാഷ്ട്രീയ ഭൂപടങ്ങൾ, സൈനിക ഭൂപടങ്ങൾ, വ്യാവസായിക ഭൂപടങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ മാപ്പുകളും എന്തിൻ്റെ അണ്ടറിൽ വരും? സാംസ്കാരിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ കൾച്ചറൽ മാപ്സിന് അണ്ടറിൽ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ ക്ലാസിഫൈ ചെയ്തതാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന തോതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ തോതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭൂപടങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ മാപ്പുകൾ എന്ന് പറയും. അടുത്തത് വലിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്പുകൾ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ഈ സ്മോൾ സ്കെയിൽ മാപ്സും ലാർജ് സ്കെയിൽ മാപ്സും ഒന്ന് നോക്കാം. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ചെറിയ തോത് ഭൂപടങ്ങൾ സ്മോൾ സ്കെയിൽ മാപ്സിന് എക്സാമ്പിൾസ് ആണ് അറ്റ്ലസ് മാപ്പുകളും അതുപോലെ തന്നെ വാൾ മാപ്സ് ഒക്കെ. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ മാപ്സിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ കാഡസ്ട്രിയൽ മാപ്പും അതുപോലെ തന്നെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങളൊക്കെ. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ മാപ്പുകൾ എന്താണെന്നാണ്. സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഭൂപ്രദേശം എടുത്തിട്ട് ആ ഭൂപ്രദേശത്തെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുന്ന മാപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ തോത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ പ്രദേശം ഓർക്കുക. അപ്പോൾ വലിയ പ്രദേശങ്ങളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുന്ന മാപ്പുകളെയാണ് നമ്മൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള ചെറിയ തോത് ഭൂപടങ്ങൾക്ക് എക്സാമ്പിൾ ആണ് അറ്റ്ലസ് അല്ലേ. അറ്റ്ലസ് മാപ്പൊക്കെ നമുക്ക് അറിയാലോ. അറ്റ്ലസ് മാപ്പിൽ നമുക്ക്
വേൾഡ് വലിയൊരു ഭൂപ്രദേശം മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ചെറിയ തോത് ഭൂപടങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ ആണ് ചുമർ ഭൂപടം അല്ലെങ്കിൽ വോൾ മാപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ചെറിയ തോത് ഭൂപടം എന്താണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വലിയ തോത് ഭൂപടം അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്പുകൾ എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു വലിയ ഭൂപ്രദേശം, എന്നാൽ വലിയ തോത് ഭൂപടത്തിൽ നമ്മൾ നോക്കുന്നത് ചെറിയ ഭൂപ്രദേശങ്ങളാണ്. അപ്പൊ ചെറിയ ഭൂപ്രദേശങ്ങളായിട്ടുള്ള വില്ലേജ്, വാർഡ് തുടങ്ങിയവയൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള വലിയ തോത് ഭൂപടങ്ങളിൽ കാണിക്കുക. അപ്പം ഇത്തരത്തിലുള്ള ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും വില്ലേജോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിനെയൊക്കെയാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ അവിടുത്തെ കൂടുതൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ വലിയ തോത് ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയ പ്രദേശങ്ങളുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഭൂപടങ്ങളാണ് ഏത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്? വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോത് ഭൂപടങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് കാഡസ്ട്രിയൽ മാപ്പുകളും ധരാതലീയ ഭൂപടങ്ങളും. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കാഡസ്ട്രിയൽ മാപ്പിന്റെ ഭാഗത്തു നിന്നും ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ ഭാഗത്തു നിന്നുമാണ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് കാഡസ്ട്രിയൽ മാപ്പ് എന്താണ്, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ കാഡസ്ട്രിയൽ മാപ്പിലേക്കും ധരാതലീയ മാപ്പിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് അറ്റ്ലസ് മാപ്പ് എന്താണെന്ന് നോക്കിയാലോ. എന്താണ് ഒരു അറ്റ്ലസ് മാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? വലിയ ഭൂപ്രദേശം, അതായത് വിസ്തൃതമായ പ്രദേശങ്ങളിലെ ഫിസിക്കൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും മനുഷ്യനിർമ്മിതമായിട്ടുള്ള വിവരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഭൂപടങ്ങളുടെ ഒരു കളക്ഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അറ്റ്ലസ് മാപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ അറ്റ്ലസ് മാപ്പുകളിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടാവും? പ്രധാനപ്പെട്ട റോഡുകൾ, നദികൾ, പട്ടണങ്ങൾ, കുന്നുകൾ, കാലാവസ്ഥ, വനങ്ങൾ തുടങ്ങി ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് എവിടെ ലഭ്യമാകും? അറ്റ്ലസ് ഭൂപടത്തിൽ ലഭ്യമാകും. അപ്പോൾ അറ്റ്ലസ് ഭൂപടത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലസ് മാപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് വലിയ ഭൂപ്രദേശം, വളരെ വിശാലമായ ഭൂപ്രദേശങ്ങളെ ആയിരിക്കുമെന്നാണ് നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് മാപ്പ് നോക്കാം. അതാണ് കാഡസ്ട്രിയൽ മാപ്പുകൾ അല്ലെങ്കിൽ കാഡസ്ട്രിയൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അത് ഏതിൻ്റെ ഉള്ളിൽ വരുന്നതായിരുന്നു? അത് വലിയ തോത് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്സിന്റെ ഉള്ളിൽ വരുന്നതാണ് അല്ലേ. അപ്പം എന്താണ് കാഡസ്ട്രിയൽ മാപ്പിന്റെ പ്രത്യേകത? ഈ ഒരു കാഡസ്ട്രിയൽ എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള കാഡസ്റ്റർ എന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു കാഡസ്ട്രൽ മാപ്പ് എന്നുള്ള വാക്ക് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, അതുപോലെ തന്നെ ഉടമസ്ഥാവകാശം, ഇവയൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതിന് ഏത് ഉപയോഗിക്കാറുണ്ട്? ഇത്തരത്തിലുള്ള കാഡസ്ട്രിയൽ മാപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ചോദിച്ചിരുന്നു, ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഭൂസ്വത്തുക്കളുടെ അതിരുകൾ ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് മാപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് മാപ്പാണ്? അത് കാഡസ്ട്രിയൽ മാപ്പാണ്. അതുപോലെ തന്നെ ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഏത് മാപ്പ് ഉപയോഗിക്കാറുണ്ട്? കാഡസ്ട്രിയൽ മാപ്പ് ഉപയോഗിക്കാറുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ കാഡസ്ട്രിയൽ ഭൂപടങ്ങൾക്ക് എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കണം. കാഡസ്ട്രിയൽ ഭൂപടങ്ങളുടെ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ വില്ലേജ് മാപ്പുകളാണ് അല്ലെങ്കിൽ ഗ്രാമ ഭൂപടങ്ങളാണ്. ഓക്കെ. അപ്പോൾ കാഡസ്ട്രിയൽ മാപ്പിന്റെ ഒപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട മറ്റൊരു മാപ്പാണ് ഏതെന്ന് പറയുന്നത് ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും പ്രിലിമിനറി പരീക്ഷയ്ക്കും ടോപ്പോഗ്രഫിക്കൽ മാപ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ധരാതലീയ ഭൂപടത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സമഗ്രമായിട്ടുള്ള ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടമാണ് ഏതെന്ന് പറയുന്നത് ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത്. അപ്പം പ്രകൃതിദത്തവും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായിട്ട് തന്നെ എന്തിൽ ചിത്രീകരിക്കുന്നുണ്ട്? ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ഇതൊക്കെ
തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ഭൗമോപരിതലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സവിശേഷതകളെയും ഏത് ഭൂപടങ്ങൾ ചിത്രീകരിക്കുന്നു? ധരാതലീയ ഭൂപടങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കണം. ധരാതലീയ ഭൂപടങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകണം, രണ്ട് ധരാതലീയ ഭൂപടം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം. ചിലർക്ക് ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പോഗ്രഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ഒരു ചുരുക്കപ്പേരുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേര്? ടോപ്പോ ഷീറ്റുകൾ എന്നാണ്. അപ്പോൾ ടോപ്പോ ഷീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടോപ്പോഗ്രഫിക്കൽ മാപ്സ് ആണ്, അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങളാണ്. ഇനി ഇന്ത്യയിൽ ഈ ധരാതലീയ ഭൂപടങ്ങളുടെ ഇത്തരം ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചുമതല ഏത് അതോറിറ്റിക്കാണുള്ളതെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഏത് അതോറിറ്റിക്കാണുള്ളത്? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി ആയിട്ടുള്ള സർവേ ഓഫ് ഇന്ത്യ അല്ലേ? സർവേ ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ ചുമതല ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് നമുക്ക് എന്തിനൊക്കെയാണ് അതിന്റെ യൂസസ്, എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം? ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും യൂസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ഈ ഒരു ധരാതലീയ ഭൂപടങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഈ ഇത്തരത്തിലുള്ള ധരാതലീയ ഭൂപടങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ധരാതലീയ ഭൂപടങ്ങൾ യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇത് നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്കും ധരാതലീയ ഭൂപടങ്ങൾ യൂസ് ചെയ്യാറുണ്ടെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു സർവേ ഓഫ് ഇന്ത്യക്കാണ് ഇത്തരത്തിലുള്ള ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ചുമതല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സർവേ ഓഫ് ഇന്ത്യനെ പറ്റിയും കൂടി കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ പരിശോധിക്കുന്നതിനും അത് പ്രസിദ്ധീകരിക്കുന്നതിനും ഒക്കെ ചുമതലപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഒരു സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയോ? സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. എപ്പോഴാണ് സ്ഥാപിച്ചത്? ഇത് സ്ഥാപിച്ചത് 1767 നിങ്ങൾ ഓർത്ത് വെക്കുക. സർവേ ഓഫ് ഇന്ത്യയുടെ തലവൻ അറിയപ്പെടുന്നത് സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, സർവേ ഓഫ് ഇന്ത്യയുടെ തലവൻ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. സർവേ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിലാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ്? ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിലാണ് സർവേ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാപ്പുകളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചുരുങ്ങിയത് അറിഞ്ഞിരിക്കുക. ഇത് കൂടാതെ നമുക്ക് മാപ്പുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കളേഴ്സും ചിഹ്നങ്ങളും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നോർത്തിങ്സ് വെസ്റ്റിങ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണല്ലേ നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 30 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. എക്സാമിങ് എത്തി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ആക്ടിവിറ്റി, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും വീക്ക്ലി എക്സാംസും എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും അതിൻ്റെ PDF നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് വീണ്ടും കാണും വരെ താങ്ക് യു.